എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ക്രീം ചീസ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ക്രീം ചീസ് എന്ന് പറയുന്നത് പൊതുവെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ എല്ലാ കടകളിലും അത് കിട്ടാറുമില്ല. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് കാണിച്ചിരിക്കുന്നത്. വളരെ അവൈലബിൾ ആയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ക്രീം ചീസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ലിറ്റർ പാലാണ്. ഇത് 3% ഫാറ്റുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നാട്ടിൽ പാട നീക്കാത്ത പാൽ എടുക്കാം. പിന്നെ വേണ്ടത് ഒരു വലിയ നാരങ്ങയുടെ നീരാണ്. ഇത് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ വരും. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്രീം ചീസ് തയ്യാറാക്കിയെടുക്കാം. ആദ്യമായിട്ട് ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ 3% ഫാറ്റുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. അതായത് പാട നീക്കാത്ത പാലാണ് ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത്. പാലൊന്ന് നന്നായിട്ട് ചൂടാകണം. തിളയ്ക്കുന്ന പരുവാകണ്ട, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ലെമൺ ജ്യൂസ് ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. ഓരോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടും 1 മിനിറ്റ് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതുപോലെ 4 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് നമ്മൾക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ലെമൺ ജ്യൂസിന് പകരം നിങ്ങൾക്ക് വിനീഗറും ചേർത്ത് കൊടുക്കാം. വെള്ള കളറിലെ വിനീഗറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോഴേക്കും പാല് നന്നായിട്ട് പിരിഞ്ഞു വന്നിട്ടുണ്ടാകും. പനീർ നമ്മൾ ഇതേ പ്രോസസ്സിലാണ് ചെയ്തെടുക്കുന്നത്. പക്ഷേ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് ക്രീം ചീസ് ഉണ്ടാക്കുന്ന രീതി. ഇപ്പോൾ പാൽ ഏകദേശം നന്നായിട്ട് പിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യേണ്ടത് മീഡിയം ഫ്ലെയിമിലാണ്. തീ കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പാൽ മുഴുവൻ നന്നായിട്ട് പിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇവിടെ ഞാനൊരു അരിപ്പയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തുണിയും യൂസ് ചെയ്യാം. പനീർ ഉണ്ടാക്കുന്നത് പോലെ നല്ല സ്റ്റിഫായിട്ട് വരണമെന്നില്ല. നമുക്ക് ഇച്ചിരി ലിക്വിഡ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പം കുറേശ്ശെയായിട്ട് നമ്മൾ ഈ അരിപ്പയിലൂടെ ഇത് അരിച്ചെടുക്കുക. വളരെ ഫൈനായിട്ടുള്ള അരിപ്പയാണ് ഇതിന് യൂസ് ചെയ്യേണ്ടത്. പിന്നെ മുഴുവനും ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ മുഴുവൻ പാലും നമുക്ക് ചെയ്തെടുക്കാം. മുഴുവനും ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിത് ചെയ്യാൻ പോകുന്നത് ഈ വെള്ളം നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബീറ്ററോ തടിത്തവിയോ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി വെച്ച വെള്ളത്തിൽ നിന്നും 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 2 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. വിസ്ക് വെച്ചിട്ടാണെങ്കിൽ നന്നായിട്ട് പതപ്പിച്ച് കൊടുക്കുക. രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്രീം ചീസ് ഈ പരുവമായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വേണം ക്രീം ചീസ് ആക്കിയെടുക്കാൻ. ഒരു സ്പാറ്റിലയോ എന്തെങ്കിലും സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പം കറക്റ്റ് പരുവത്തിലായിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇത് 1 മണിക്കൂർ ഒന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കുകയാണ്. അത് നോർമൽ ഇതിലാണ് വെക്കേണ്ടത്, ഫ്രീസറിലല്ല. ഞാനൊരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇതിപ്പോൾ മുഴുവനും നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ടൊന്ന് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. അടച്ചു വേണം വെക്കാൻ. ഇപ്പം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് മാറ്റാം. ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. ഇവിടെ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല.
നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ മിക്സിയിലൊന്ന് നന്നായിട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ക്രീം ചീസ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, നല്ല ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളിപ്പം ക്രീം ചീസ് ഉണ്ടാക്കിയെടുത്തു. ഇനിയിപ്പോൾ ക്രീം ചീസ് ഇല്ലെന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇത് നിങ്ങൾക്ക് കേക്കിലോ ഫ്രോസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. ഫ്രോസ്റ്റിംഗ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്, അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. പിന്നെ നമുക്കിത് ഇതിൽ ഫ്ലേവേഴ്സൊക്കെ ഇട്ടിട്ട് ഡിപ്പായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ബ്രെഡിൽ കുട്ടികൾക്ക് തേച്ച് കൊടുക്കാം. പിന്നെ കറിയിൽ വേണമെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ ഇട്ടാൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.